എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നാളികേരം ഉടയ്ക്കുന്നത് എങ്ങനെയാണ്. നമ്മൾ മിക്ക ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ഭക്തജനങ്ങളായിട്ടുള്ളവർ നാളികേരം ഉടയ്ക്കാറുണ്ട്. ഗണപതി ക്ഷേത്രത്തിൽ ചില ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന നാളികേരം കൊണ്ട വെക്കാറാണ്. ചിലവർ ഈ പറയുന്ന പോലെ തലക്കൊഴിഞ്ഞ് വെക്കാറുണ്ട്. അപ്പോൾ ചില ഭക്തജനങ്ങൾ ചുമ്മാ അടിക്കാറുണ്ട്. അപ്പോൾ ഈ നാളികേരം എങ്ങനെയാണ് നമ്മളൊരു ഗണപതി ക്ഷേത്രത്തിൽ പോയി നേരെ ചൊവ്വ ഉടയ്ക്കേണ്ടത്? നാളികേരം അടക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇങ്ങനെ കൈ പൊക്കിയിട്ട് കല്ല് നോക്കിയിട്ട് അടി. അതിപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ജ്യോതിഷ വിധിപ്രകാരം താന്ത്രിക വിധിപ്രകാരം നമ്മൾ എന്തിനാണ് നാളികേരം ഉടയ്ക്കുന്നത് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമ്മളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജിയെ വരാൻ വേണ്ടിയാണ് നാളികേരം ഉടക്കുന്നത്. നാളികേരത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ തന്ത്രവിദ്യ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇത് നാളികേരം ശിവൻ മഹാദേവന്റെ തൃക്കണ്ണാണ് നാളികേരം. അപ്പോൾ കൂടുതൽ നമ്മൾ നാളികേരം ഉടയ്ക്കുന്നത് ഗണപതി ഭഗവാന് വേണ്ടി നമ്മൾ വിഘ്നങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് ഉടയ്ക്കുന്നത്. നാളികേരം മിക്ക ഗണപതി ക്ഷേത്രത്തിലുണ്ടാകും. ചില ഗണപതി ക്ഷേത്രങ്ങളെ അവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ തിരുമേനിമാരായിരിക്കും ഉടയ്ക്കുന്നത്. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിൽ നമുക്ക് ഉടയ്ക്കാൻ പറ്റും. നമ്മുടെ വെളിയിൽ ഒരു കല്ലുണ്ടാകും. അപ്പം നാളികേരം ഉടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ, ഒരു ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ നാളികേരം നമ്മുടെ കയ്യിലെടുക്കുക. നാളികേരം കയ്യിലെടുത്തിട്ട് നാളികേരത്തിൻ്റെ കണ്ണുണ്ട്. നമുക്ക് എന്ത് പ്രശ്നമാണോ ഉള്ളത് ആ പ്രശ്നം നമ്മുടെ നാളികേരത്തിൻ്റെ കണ്ണ് നോക്കി ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് നമ്മൾ ഷർട്ട് ഊരി ശ്രീകോവിലകത്ത് കയറിയിട്ട് ഒരു 7 വലത്ത് വെക്കണം. എത്ര? 7 വലത്ത് വെച്ചതിന് ശേഷം ഈ നാളികേരം ഉടയ്ക്കാൻ പാടില്ല. അന്നേരം അവിടെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഉപദേവതകൾക്ക് പോയി നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവർക്കും വലത്ത് വെക്കുക. അവിടെ വലത്ത് വെക്കാൻ പറ്റുന്നതാണെങ്കിൽ വലത്ത് വെക്കുക, ഇല്ലെങ്കിൽ തൊഴുതാൽ മതി. ഇപ്പോൾ ഒരു ഗണപതി ക്ഷേത്രമാണെങ്കിൽ അവിടെ ഉപദേവതയായിട്ട് മഹാദേവൻ കാണും, സുബ്രഹ്മണ്യം കാണും, ചിലപ്പോൾ നവഗ്രഹങ്ങൾ കാണും. അപ്പോൾ അത് നോക്കിയിട്ട് എത്ര ഉപദേവതകളുണ്ടോ സർപ്പങ്ങളെയൊക്കെ പ്രാർത്ഥിച്ച് രക്ഷസിനെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യം ആവശ്യപ്പെട്ടിട്ട് വലത് കൈ അപ്പോൾ വലത് കൈയിട്ട് നോക്കി ഗണപതി ഭഗവാനെ നോക്കി, അതായത് ഗണപതി ഭഗവാൻ കിഴക്കോട്ട് എഴുതിയെങ്കിൽ നമ്മൾ പടിഞ്ഞാട്ട് നോക്കി തന്നെ ശക്തമായിട്ട് തന്നെ ഉടയ്ക്കണം. മനസ്സ് പതറി ഉടയ്ക്കാൻ പാടില്ല. അഥവാ ആ നാളികേരം എറിഞ്ഞിട്ട് പൊട്ടിയില്ലെങ്കിൽ നമ്മൾ ദോഷമൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ ഉടയ്ക്കുന്നത് ഭഗവാന്റെ മുമ്പിലാണ്. അപ്പം എന്ത് ദോഷവും വിഘ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ഗണപതി ഭഗവാൻ അത് മാറ്റിത്തരുന്നതാണ്. അപ്പം നാളികേരം എടുക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ആ തേങ്ങയുടെ കണ്ണ് നോക്കി പറയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ നമുക്ക് അതിനുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി തരുന്നത്. അതാണ് നാളികേരം എടുക്കുമ്പം നല്ലപോലെ വൃത്തിയാക്കുക, അതിൻ്റെ കണ്ണ് നോക്കി നമ്മുടെ പ്രശ്നങ്ങൾ പറയുക. ഒപ്പം തന്നെ ഗണപതി ക്ഷേത്രത്തിൽ 7 വലത്ത് വെക്കുക. അപ്പോൾ ചിലർക്കൊരു ചോദ്യം ഉണ്ടാകും, ഗണപതിക്ക് ഒരു വലത്തല്ലേന്ന്. അല്ല, നാളികേരം എടുക്കുമ്പോഴേക്കും നമ്മൾ എത്ര തവണയാണ് ആ കറങ്ങുന്നത് അത്രയും നമ്മളെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ആകാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ചുറ്റിനും ഉപദേവതകൾക്ക് മലത്ത് വെക്കുക. നാളികേരം പൊട്ടിയിരുന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലവർ ടെൻഷൻ കൊണ്ട് അടിക്കും, പൊട്ടിയെന്ന് വിചാരിക്കും, പൊട്ടാതിരിക്കും. അതൊക്കെ നമ്മുടെ ഒരു മൈൻഡിൻ്റെ ഒരു ഇതാണ്. പക്ഷെ അവിടെ സമർപ്പിക്കുന്ന തേങ്ങകൾ നമ്മുടെ ദോഷങ്ങളൊക്കെ ഭഗവാൻ മാറ്റി തരുന്നതാണ്. അപ്പം നാളികേരം ഭക്തിപൂർവ്വം വേണ്ടിയിട്ട് ചുമ്മാതെ നാളികേരം മേടിച്ചുകൊണ്ട് ഉടയ്ക്കുകയല്ല, ആ തേങ്ങയുടെ കണ്ണ് നോക്കി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം നമ്മൾ തുടയ്ക്കും. നമുക്ക് എന്ത് കാര്യമാണ് നമ്മൾ പ്രാർത്ഥിച്ച് ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം പറഞ്ഞു തന്നെ വേണം ഉടയ്ക്കാൻ. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ തടസ്സങ്ങളും നാളികേരത്തിൽ നിന്ന് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, പ്രാക്കുദോഷങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ, എന്ത് കാര്യമുണ്ടെങ്കിലും നാളികേരത്തിൻ്റെ കണ്ണ് നോക്കി പറഞ്ഞതിന് ശേഷം മാത്രം ഉടക്കി, എങ്കിൽ മാത്രം അത് പൂർണ്ണമായിട്ട് ഫലം ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ്. നമസ്കാരം.